സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ടി വരുമായിരുന്നുവെന്ന് ഡിജിപി ജേക്കബ് തോമസ്. ഇ.പി. ജയരാജന്റെ രാജിയാണോ പിണറായി സർക്കാരിന് അനഭിമതനാക്കിയത് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ജേക്കബ് തോമസ്. സീറോ ടോളറൻസ് ടു കറപ്ഷൻ വിച്ച് ഈസ് വിസിബിൾ ആൻഡ് ഫെൽറ്റ് ബൈ എവരിവൺ. വെറും സീറോ ടോളറൻസ് അല്ല, അത് മനുഷ്യർക്ക് കാണാൻ പറ്റണം ഇവിടെ അഴിമതി ഇല്ല എന്നുള്ളത്. നമ്മളൊരു സാധാരണ വില്ലേജ് ഓഫീസിൽ ചെന്നാലോ, പോലീസ് സ്റ്റേഷനിൽ ചെന്നാലോ, പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാലോ, മുനിസിപ്പാലിറ്റി ഓഫീസിൽ ചെന്നാലോ, റേഷൻ കടയിൽ പോയാലോ അഴിമതി ഇല്ല എന്ന് നമുക്ക് കണ്ടു ബോധിക്കണം. അതാണ് ആ നയം. അത് 2016 പ്രഖ്യാപിച്ചതാണ്. ആ നയം പ്രഖ്യാപിച്ചതിന് ശേഷം നയം പ്രഖ്യാപിച്ചതിന് ശേഷം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയും ബാക്കി ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു. ഞാനൊരു 3 മാസം കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ 2 മന്ത്രിമാരും കൂടെ രാജിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. തന്റെ രാജി പരിഗണിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. രാജി അംഗീകരിക്കാതിരിക്കാനാകില്ല. കാലതാമസമുണ്ടാക്കിയാൽ അതാരാണെന്നും എന്തിനെന്നും ജനങ്ങൾ മനസ്സിലാക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ തന്റെ നിലപാടുകളോട് യോജിക്കുന്നവർ മത്സരിക്കുമെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, താൻ സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ രാജിവെക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ജേക്കബ് തോമസ് പറയുന്നത്. ഇത് സർക്കാരിനെതിരെയുള്ള ഒളിയമ്പാണ്. ആരെയൊക്കെയാണ് ജേക്കബ് തോമസ് ലക്ഷ്യമിട്ടത്? തീർച്ചയായും 2020 പിന്തുണയോടുകൂടി ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ജേക്കബ് തോമസ്. ഈ ഘട്ടത്തിലാണ് ന്യൂസ് 18 അദ്ദേഹം സംസാരിച്ചത്. ഈ അഭിമുഖ സംഭാഷണത്തിലാണ് അദ്ദേഹം വ്യക്തമായി ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. താൻ 3 മാസം കൂടി വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ കൂടി LDF മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് തനിക്ക് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. തൻ്റെ 2 മന്ത്രിമാർ കൂടി അഴിമതി കേസിൽ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ എന്നും അദ്ദേഹം പറയുന്നു. അത് അറിയാവുന്ന ആളുകൾക്കെല്ലാം അറിയാം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ താൻ ആരംഭിച്ചിരുന്നു വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിൽ. അത് അറിയാവുന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് തനിക്കെതിരെ നടപടി ഉണ്ടായത് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. ഇ.പി. ജയരാജൻ മന്ത്രിസ്ഥാനത്ത് നിന്നും ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. അതാണോ പിണറായി സർക്കാരിന്, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായിക്ക് അനഭിതനായത് എന്ന ചോദ്യത്തോടാണ് മുൻ ഡി ജി പി കൂടിയായിട്ടുള്ള മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ഒപ്പം തന്നെ സർവീസിൽ നിന്നും VRS നൽകിക്കൊണ്ട് വിരമിക്കൽ അപേക്ഷ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഏപ്രിൽ 1 തീയതി മുതലാണ് താൻ അവധിയിൽ പ്രവേശിക്കുന്നത്. അന്ന് മുതൽ അവധിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കും സർക്കാർ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുകയാണ് എങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ അത് എന്തിനാണ് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം സമാന ചിന്താഗതിയുള്ള ആളുകളുമായി യോജിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൻ്റെ നിലപാടുകളോട് യോജിക്കുന്ന അഴിമതി വിരുദ്ധ, ജനക്ഷേമം, പ്രകൃതി സൗഹൃദ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ആളുകളുമായി നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരത്തിനിറങ്ങും എന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ രാജി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹം മത്സരത്തിനിറങ്ങും എന്ന സൂചനയാണ് ഈ അഭിമുഖത്തിൽ നൽകുന്നത്. എന്ത് നടപടി നേരിടാനും തയ്യാറാണ്, പക്ഷേ താൻ മത്സര രംഗത്തുണ്ടാകും എന്ന സൂചന നൽകുന്നു. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ ശൈലി പിന്തുടരുന്ന ഒരുപാട് പേർ മത്സരിക്കുമെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമോ മറ്റോ അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ടോ? രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചല്ല, നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തന രീതി, രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയും രീതിയുമായിരിക്കും തൻ്റെ നിലപാടുകൾക്കും തൻ്റെ പ്രവർത്തനങ്ങൾക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏറെ പേപ്പറുകൾ നഷ്ടപ്പെടുത്തി പോസ്റ്റർ പ്രചരണം, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്തുള്ള പ്രചരണ പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കും. ഫ്ലക്സ് അടക്കമുള്ള പ്രചരണ രീതികൾ തനിക്ക് ഉണ്ടാകില്ല എന്നടക്കം അദ്ദേഹം പറയുന്നു. മറ്റ് പ്രചരണ രീതികൾ മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല അവബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. വിശേഷിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള നിരവധിയായ വോട്ടർമാരുണ്ട്. ഇവരെല്ലാം തനിക്ക് അനുകൂലമായി ചിന്തിക്കുന്നുണ്ട്, തനിക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുമെന്ന വിശ്വാസമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതായാലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങും. താൻ സർവീസിലിരിക്കെ
നിരവധിയായ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അടക്കമുള്ള പ്രചരണങ്ങൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സർവീസിൽ തുടർന്നിരുന്നുവെങ്കിൽ 2 മന്ത്രിമാർ കൂടി രാജിവെക്കേണ്ടി വരുമായിരുന്നു എന്ന DGP ജേക്കബ് തോമസ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അത് സർക്കാരിനെതിരെയുള്ള ഒളിയമ്പാണ്. ഒപ്പം തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നുകൂടി ഉറപ്പിക്കുന്നു. തന്റെ രാജി പരിഗണിച്ചില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് ജേക്കബ് തോമസ് മനസ്സ് തുറന്നത്. അപ്പോൾ 30 വർഷം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റീവ് പീരീഡ് കഴിഞ്ഞു. ഇനിയും 30 വർഷം കഴിഞ്ഞും ഇദ്ദേഹം ജോലി ചെയ്യണമെന്ന് നിർബന്ധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ എന്തോ ദുരുദ്ദേശമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മാർച്ച് 31-ാം തീയതി എനിക്ക് 60 വയസ്സ് തികഞ്ഞിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ സസ്പെൻഷനുണ്ട്, അന്വേഷണമുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം 60 വയസ്സായാലും റിട്ടയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് തീരുമാനമെടുക്കാൻ പറ്റുമോ? പക്ഷേ അച്ചടക്ക നടപടി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അച്ചടക്ക നടപടി പൂർത്തിയാകാത്തത് കൊണ്ട് ഇയാളുടെ വിരമിക്കൽ തീയതി നീട്ടുമോ? കരുത്തനായ, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, അവരുടെ കൂടെ 5 വർഷവും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള, അവർക്ക് വേണ്ടി കുറേ ത്യാഗങ്ങൾ സഹിച്ച് സസ്പെൻഷൻ വരെ വാങ്ങിച്ച ഒരു വ്യക്തി അവരുടെ പ്രതിനിധിയാകാൻ ആരെങ്കിലും സമ്മതിക്കുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 4 ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടോ എന്ന് അപ്പം നമുക്ക് നോക്കാം.